ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ കഴിഞ്ഞ മാസം ഈ സമയത്ത് എവിടെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. പക്ഷെ ഗൂഗിളിന് അത് കൃത്യമായി അറിയാം. നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു, എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു, ഈ വിവരങ്ങളെല്ലാം ഗൂഗിളിന്റെ കൈവശമുണ്ട്. ഇത് കേൾക്കുമ്പോൾ അല്പം പേടി തോന്നാം അല്ലേ? എന്നാൽ പേടിക്കേണ്ട. ഈ വിവരങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാമെന്നും നിങ്ങളുടെ പ്രൈവസി എങ്ങനെ സംരക്ഷിക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഗൂഗിൾ എങ്ങനെയാണ് നമ്മളെ ട്രാക്ക് ചെയ്യുന്നത്? നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ഗൂഗിളിന് പല അനുമതികളും നൽകുന്നുണ്ട്. പ്രധാനമായും 3 രീതിയിലാണ് ഗൂഗിൾ നമ്മളെ നിരീക്ഷിക്കുന്നത്. ഒന്ന്, വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ എന്നിവ ഇതിൽ സേവ് ചെയ്യപ്പെടും. 2, ലൊക്കേഷൻ ഹിസ്റ്ററി, ടൈം ലൈൻ. നിങ്ങൾ ഫോണുമായി എവിടെയൊക്കെ പോയി എന്നതിൻ്റെ കൃത്യമായ മാപ്പ് ഗൂഗിൾ സൂക്ഷിക്കുന്നുണ്ട്. 3, യൂട്യൂബ് ഹിസ്റ്ററി. നിങ്ങൾ കണ്ട വീഡിയോകളും തിരഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ ഈ വെബ് ഇതിലുണ്ടാകും. ഇതൊക്കെ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് എടുക്കുക. അതിൽ ഗൂഗിൾ എന്നത് തിരഞ്ഞെടുക്കുക. ശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ടാബുകളിൽ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന സെക്ഷൻ എടുക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഹിസ്റ്ററി സെറ്റിംഗ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം തീയതി സഹിതം അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് കാണുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. എന്താണ് പരിഹാരം? ഡാറ്റ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ഗൂഗിളിൽ ഇതിൽ കൃത്യമായ വഴികൾ നൽകിയിട്ടുണ്ട്. ഓട്ടോ ഡിലീറ്റ്. ഓരോ തവണയും മാനുവലായി ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം 3 മാസം അല്ലെങ്കിൽ 18 മാസം കൂടുമ്പോൾ തനിയെ ഡിലീറ്റ് ആകാൻ ഈ ഓപ്ഷൻ ഓൺ ചെയ്യാം. പോസ് ഹിസ്റ്ററി. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ലൊക്കേഷൻ ഹിസ്റ്ററിയും വെബ് ആക്ടിവിറ്റിയും പോസ് ചെയ്ത് വെക്കാം. ഇതിലൂടെ പുതിയ വിവരങ്ങൾ ഗൂഗിൾ ശേഖരിക്കുന്നത് തടയാം. ഡിലീറ്റ് ഓൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ഓൾ ടൈം കൊടുത്ത് ഇതുവരെയുള്ള മുഴുവൻ ഹിസ്റ്ററിയും ക്ലിയർ ചെയ്യാം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മുടെ ഡാറ്റകൾ മറ്റുള്ളവർ കാണാതെ സുരക്ഷിതമാക്കാൻ കഴിയും. നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിംഗ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ വിവരം ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക.